10 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഇന്ത്യയെ തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കളിക്കളത്തിലേക്ക്, രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. പക്ഷേ BJPയെ നേരിടാൻ കോൺഗ്രസിന് നിലവിൽ വലിയ ഒരു സഖ്യത്തിൻ്റെ ആവശ്യമുണ്ട്. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയുള്ള പോരാട്ടത്തിനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതിന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ ശക്തി ആർജിച്ചു നിൽക്കുന്ന പാർട്ടിയിലെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഇന്ത്യ എന്ന ഒരു വലിയ സഖ്യം രൂപീകരിക്കുന്നു. ആ സഖ്യത്തിന്റെ ഭാഗമായി അതിന്റെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസിന്റെ നേതാവ് മല്ലികാർജുന ഖാർഗെ എത്തുന്നു. ഒറ്റക്കെട്ടായി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ അട്ടിമറിച്ചുകൊണ്ട് വിജയിച്ച് ഈ കേന്ദ്രത്തിന്റെ അധികാരം ഏറ്റെടുക്കും, ഇന്ത്യയുടെ അധികാരം ഏറ്റെടുക്കും, ഇവിടുത്തെ വർഗീയപരമായ ധ്രുവീകരണങ്ങളെ ഒഴിവാക്കും, വെറുപ്പിന്റെ കമ്പോളങ്ങളിൽ സ്നേഹത്തിന്റെ കട തുറക്കും എന്നൊക്കെ ഉന്നയിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചു രാഹുൽ ഗാന്ധി. തെക്ക് നിന്ന് വടക്കോട്ട് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. കോൺഗ്രസ് വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്ന വാർത്ത വരുന്നു. ആ വാർത്തയ്ക്ക് ശേഷം രണ്ടാമത് പിന്നീടും ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആദ്യ യാത്രയുടെ അത്രയും വലിയ പിൻബലമൊന്നും യാത്രയ്ക്ക് ലഭിക്കുന്നില്ല. ഈ യാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശം എന്നുവരെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. കോൺഗ്രസ് സഖ്യം ശക്തമായി നിന്നുകൊണ്ട് BJPയെ എതിരിടാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് JDU നേതാവ് നീരജ് കുമാർ. രാഹുൽ ഗാന്ധി ആത്മപരിശോധന നടത്തണം. രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും എന്തു ഗുണമാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കണം. ഭാരത് ജോഡോ ന്യായ് യാത്ര കൊണ്ട് ആർക്ക് എന്താണ് ഉപയോഗം, രാഷ്ട്രീയപരമായി എന്തു മാറ്റമാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര വരുത്തുവാൻ പോകുന്നത് എന്ന് പരിശോധിക്കണം എന്ന താക്കീത് കൂടി JDU നേതാവ് നീരജ് കുമാർ നൽകുന്നു. പാർട്ടിയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല തട്ടുകളിലാണ്. ഇപ്പോഴും സഖ്യം എന്ന പേര് മാത്രമേ ഉള്ളൂ. അത് എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നില്ല. പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് നിലവിലും ഇന്ത്യ സഖ്യത്തിലെന്ന് ഓർമ്മപ്പെടുത്തുന്നു, താക്കീത് നൽകുന്നു JDU നേതാവ് നീരജ് കുമാർ. ഭാരത് ജോഡോ ന്യായ് യാത്രയൊക്കെ ഒരു ഭാഗത്തേക്ക് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് എന്താണ് ഇന്ത്യ സഖ്യത്തിനുള്ളിലെ പ്രശ്നമെന്ന് പരിശോധിക്കണം, എന്താണ് സഖ്യകക്ഷികളുടെ പ്രശ്നങ്ങളെന്ന് പരിശോധിക്കണം, അത് കൃത്യമായി പരിഹരിക്കുവാൻ ശ്രമിക്കണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് വീണ്ടും പുനരാരംഭിക്കുവാനിരിക്കുന്ന സന്ദർഭത്തിലാണ് നീരജ് കുമാറിന്റെ ഈ താക്കീത്. ഭാരത് ജോഡോ ന്യായ് യാത്ര നാളെ ബീഹാറിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ബീഹാറിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് എല്ലാ പിടിവള്ളികളും അകന്നു പോകുന്ന തരത്തിലേക്കാണ് സംഭവങ്ങൾ പോകുന്നത്. നിതീഷ് കുമാർ NDA സഖ്യത്തിലേക്ക് ചേരുന്നു. മമതാ ബാനർജി വിയോജിപ്പ് അറിയിക്കുന്നു. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് ചോദിക്കുന്ന അത്രയും സീറ്റുകൾ നൽകില്ല എന്ന് പറയുന്നു. 15 സീറ്റുകൾ ചോദിച്ചെടുത്ത് മുസ്ലിം ലീഗിനും കൂടി ചേർത്തുകൊണ്ട് 9 സീറ്റുകൾ മാത്രമേ നൽകുകയുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പല പ്രശ്നങ്ങളും നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ പറയുന്നു, ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു, ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് NDA തകർത്തെറിയുമെന്ന് പറയുന്നു. ഇവിടെ എപ്പോഴും ചോദ്യം, കോൺഗ്രസിന്റെ യഥാർത്ഥ നേതാവ് ആരാണ്? മല്ലികാർജുന ഖാർഗെയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദേശീയ അധ്യക്ഷൻ. എന്നിട്ടും ചോദ്യങ്ങൾ ഉയരുന്നത് രാഹുൽ ഗാന്ധിക്ക് നേരെ. ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് കോൺഗ്രസിന് ഇപ്പോഴും ഒരു നേതാവില്ല എന്നാണോ? രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്നതുകൊണ്ട് ഈ ഭാരതത്തിന് യാതൊരു തരത്തിലുള്ള ഉപയോഗവും ഗുണവുമില്ല എന്നാണോ? അത്തരത്തിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ രാഹുൽ ഗാന്ധിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ഇപ്പോൾ നീരജ് കുമാർ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം താക്കീതുകൾ നൽകുന്നു, ശബ്ദമുയർത്തുന്നു, ആത്മപരിശോധന നടത്തണമെന്ന് പറയുന്നു. തെറ്റായ രീതിയിലാണ് കോൺഗ്രസ് നയങ്ങളുമായി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നതെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ടതായുണ്ടോ? കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര തെറ്റായ ഒരു വീക്ഷണമാണോ? ഭാരത് ജോഡോ ന്യായ് യാത്ര കൊണ്ട് ഈ രാജ്യത്തിന് യാതൊരു തരത്തിലുള്ള ഗുണവുമില്ലേ? BJP വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർത്തെറിയുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയില്ലേ? നീരജ് കുമാർ ആവശ്യപ്പെട്ട ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? ഇന്ത്യ സഖ്യം NDAക്കെതിരായി ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ സജ്ജരായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, മല്ലികാർജുന ഖാർഗെക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, സോണിയാഗാന്ധിക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർവാധിപത്യത്തോടുകൂടി, സർവാധികാരത്തോടുകൂടി അധികാരത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ? എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.